ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ ശാരദാമ്മയോട് രോഹിത്തിന്റെയും ശ്യാമയുടെയും കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും മുകളിലത്തെ നിലയിൽ നിന്ന് കാർത്തികയുടെ നിലവിളി കേൾക്കുന്നു. സത്യാമ്മയെ ഒന്ന് ഓടിവായോ, തീ കാട് മുഴുവൻ കത്തിപ്പോയി, ഓടിവാ സത്യാമ്മയെ, വിഷ്ണുവേട്ട എന്നെല്ലാം മാറി മാറി വിളിച്ചുകൊണ്ടിരുന്നു. എന്താ കാര്യം എന്നറിയാനായി വേഗം സത്യഭാമ അവിടെ നിന്ന് എഴുന്നേറ്റ് മുകളിലേക്ക് ഓടിപ്പോന്നു. പിന്നാലെ വിഷ്ണുവും അവിടേക്ക് എത്തി. അതിനുശേഷം ശാലിനിയും ശാരദാമ്മയും കൂടി പൂജാമുറിയിലേക്ക് എത്തിച്ചേർന്നു. മുകളില് എന്താ സംഭവിച്ചെന്നറിയാതെ താഴേക്കുന്ന രാഘവൻ നായർ വല്ലാത്ത ആശങ്കലായി. ഇതോടൊപ്പം പൊന്നിയും അവിടേക്ക് ഓടിയെത്തി. സത്യഭാമ ഓടി വരുമ്പോ കാർത്തിക ആ പൂജാമുറിയിൽ അവിടെ ഭഗവാന് മുന്നിൽ പ്രാർത്ഥനയോടെ പൂജിക്കാനായി വെച്ച ആ വിവാഹ ക്ഷണക്കത്ത് മുഴുവൻ കത്തി നശിച്ചത്, ആ കത്തി പടരുന്നത് കണ്ട് ആ നിമിഷം തന്നെ തട്ടി അത് താഴേക്കിട്ടു. അവിടെ നിലത്ത് കിടന്ന് അത് കത്തിക്കയറുന്ന കാഴ്ച കണ്ടുകൊണ്ട് അത് എന്ത് ചെയ്യുന്നോർത്ത് ആശങ്കപ്പെട്ട് കാർത്തിക നിൽക്കുമ്പോഴാണ് സത്യഭാമ ഓടിയെത്തിയത്. സത്യഭാമ വരുമ്പോഴേക്കും നിലത്ത് ആ ക്ഷണക്കത്ത് മുഴുവൻ കത്തി തീരുന്ന കാഴ്ച കാണുന്നു. അത് കണ്ടതോടെ സത്യഭാമ ചോദിച്ചു, എന്താ എന്താ മോളെ, എന്താ പറ്റിയത്? അപ്പോഴേക്കും കാർത്തിക പറഞ്ഞു, സത്യാമ്മേ, ആ ക്ഷണക്കത്ത് മുഴുവൻ കത്തി എന്ന് പറഞ്ഞതും സത്യഭാമ ഞെട്ടലോടെ ആ നിലത്ത് കിടക്കുന്ന ക്ഷണക്കത്തിലേക്ക് നോക്കി. അപ്പോഴേക്കും അവിടേക്ക് വിഷ്ണു മറ്റെല്ലാവരും ഓടിയെത്തി. ഈ സമയത്ത് സത്യഭാമ പൊന്നിയോട് പറഞ്ഞു, പൊന്നി വേഗം പോയി വെള്ളം എടുത്തോണ്ട് വാ. അപ്പോഴേക്കും പൊന്നി വെള്ളം എടുക്കാനായി ഓടുന്നു. പിന്നീട് വെള്ളവുമായി പൊന്നി എത്തുകയും വെള്ളം മുഴുവൻ ആ ക്ഷണക്കത്തിലേക്ക് കോരി ഒഴിച്ച് തീ കെടുത്തി. ആ സമയത്ത് അവിടെ മുഴുവൻ ആ ക്ഷണക്കത്ത് കത്തിപ്പടർന്നതിന്റെ ആ ടെൻഷൻ എല്ലാവരും നിൽക്കുമ്പോൾ സത്യഭാമയോട് ഉടനെ തന്നെ സത്യഭാമ കാർത്തികയുടെ അരികിലേക്ക് ഓടിയെത്തി ചോദിച്ചു, മോളുടെ കൈ വല്ലതും പൊള്ളിയോ, എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സത്യഭാമയെ നോക്കി ശാരദാമ്മ പറഞ്ഞു, സത്യാമ്മേ, കൈ പൊള്ളിയെങ്കിൽ അത് ശകലം തേൻ പുരട്ടിയാൽ മാറാവുന്നതേ ഉള്ളൂ. എന്നാൽ മനസ്സിലുണ്ടായ പൊള്ളൽ അതങ്ങനെ മാറുന്നതല്ല, ആ വേദനയും എന്ന് പറഞ്ഞപ്പോ സത്യഭാമ ഒന്ന് രൂക്ഷമായി ശാരദാമ്മയെ നോക്കി. ശാരദാമ്മ പറഞ്ഞതിൽ എന്തോ ദ്വയാർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കിയ സത്യഭാമ ഉടനെ ശാരദാമ്മ പറഞ്ഞു, സത്യാമ്മേ, ഞാൻ ഉദ്ദേശിച്ചത് ഈ ക്ഷണക്കത്തെ കത്തിയതിന്റെ പേരിൽ വല്ലാത്ത വിഷമം തോന്നുമല്ലോ, അതാ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ശാരദാമ്മ വിശദീകരിച്ചു. അതിനുശേഷം സത്യഭാമ വളരെ ദേഷ്യത്തോടെ അങ്ങ് നോക്കി നിൽക്കുമ്പോൾ ഉടനെ പൊന്നി ചോദിച്ചു, സത്യാമ്മേ, ഇനിയിപ്പോ ഇതെന്താ ചെയ്യുന്നത്? അപ്പോഴേക്കും വിഷ്ണു അത് നോക്കി പുഞ്ചിരിയോടെ നിൽക്കുകയും വിഷ്ണു ഉടനെ തന്നെ പൊന്നിയോട് പറഞ്ഞു, ഓ, അതിപ്പോ വെറും ചാരമല്ലേ, അത് തെങ്ങിന്റെ ചോട്ടിലിട്ടാ മതി, മച്ചിങ്ങയ്ക്ക് പ്രയോജനപ്പെട്ടോളും എന്ന് പറഞ്ഞ് വിഷ്ണു പുറത്തേക്ക് പോയി. വിഷ്ണുവിന് ആ ക്ഷണക്കത്ത് കത്തി നശിച്ചതിൽ അത്രയും ലാഘവമായിട്ടാണ് വിഷ്ണു അത് കണ്ടത് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ തനിക്ക് കൂടുതൽ സന്തോഷം തോന്നി എന്ന രീതിയിൽ ആ തന്റെ മനസ്സിന്റെ ആഗ്രഹം എല്ലാവരുടെ മുന്നിൽ പ്രകടിപ്പിച്ചുകൊണ്ട് വിഷ്ണു അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങണം. ഈ സമയത്ത് എല്ലാവരും ആകെ ആശങ്കപ്പെട്ട് അങ്ങനെ നിൽക്കുന്ന നേരത്ത് ഉടനെ സത്യഭാമ പൊന്നിയോട് പറഞ്ഞു, പൊന്നി, ഉടൻ തന്നെ പിള്ളയെ വിളിച്ച് പറയണം, ഉടനെ തന്നെ അടുത്ത ക്ഷണക്കത്തടിക്കണമെന്ന്. എനിക്ക് ഇന്ന് തന്നെ അത് കിട്ടുകയും വേണം, വേഗം തന്നെ പറഞ്ഞേക്കണം പൊന്നി എന്ന് പറഞ്ഞ് കാർത്തികയും വിളിച്ചുകൊണ്ട് സത്യഭാമ അവിടെ നിന്ന് പോന്നു. ശാലിനിയും ശാരദാമ്മയും ഒന്ന് നോക്കിയിട്ട് കാർത്തികയുമായി സത്യമ്മ അവിടെ നിന്ന് മടങ്ങി. അപ്പോഴേക്കും താഴേക്ക് പൊന്നി എത്തി രാഘവൻ നായരുടെ കാര്യം പറയുന്നു. മുകളിൽ ക്ഷണക്കത്തെ പൂജിക്കാൻ വെച്ചതിൽ തീ പടർന്നതാണെന്നും കാർത്തികയുടെ കയ്യിൽ നിന്ന് എങ്ങനെയോ അബദ്ധത്തിൽ തീ പടർന്നതാണെന്ന് തോന്നുന്നു, അത് മുഴുവൻ കത്തി നശിച്ചുപോയി, അതാണ് മുകളിൽ സംഭവിച്ചെന്നുള്ള കാര്യം അറിയിച്ചതോടെ രാഘവൻ നായർക്ക് സന്തോഷമായി. അതെ, ഈശ്വരന്മാരെ തെറ്റായ കാര്യങ്ങൾക്കൊന്നും കൂട്ടു നിൽക്കില്ല. ഒരു പെണ്ണിന്റെ മനസ്സ് തകർന്നുള്ള വേദനയിലും കണ്ണുനീരിലുമാണ് ഇതെല്ലാം കെട്ടിപ്പടുക്കാനായി നോക്കിയത്. സത്യഭാമ കാണിച്ച ഈ അഹങ്കാരത്തിന് ഈശ്വരൻ കൊടുത്ത ശിക്ഷയാണിത്, അതാണ് ഇപ്പൊ ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്ന് രാഘവൻ നായർ പറഞ്ഞു. അപ്പോഴേക്കും കാർത്തിക ആ ക്ഷണക്കത്തെല്ലാം കത്തി നശിച്ചതിന്റെ വേദന നിൽക്കുമ്പോൾ ശാലിനി മനസ്സിൽ പറഞ്ഞു, ഞാൻ ഇത്രയും നാളും വളരെ ഭക്തിപൂർവ്വം പൂജ ചെയ്ത ഈശ്വരന്മാർക്ക് മുന്നിലാണ് നീ ഈ അഹങ്കാരവുമായി ചെന്നത്. അതുകൊണ്ട് ദൈവം തന്നെ നിന്റെ ഈ അഹങ്കാരത്തിന് തിരിച്ചടി തന്നതാണ്. നീ ഇത്ര പെട്ടെന്ന് ആ ദൈവങ്ങളെ കൂട്ടുപിടിക്കാൻ ചെന്നാൽ ഇത്രയും നാളും സത്യത്തിനും നീതിക്കും ഒപ്പം നിന്ന് എൻ്റെ ആ മനസ്സിന്റെ വേദന ഈശ്വരൻ കാണാതിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്ന് കാർത്തികയോട് പറയാതെ മനസ്സിൽ ശാലിനി മറുപടി നൽകി താഴെ രാഘവൻ നായർ അരികിലേക്ക് എത്തി. ശാരദാമ്മയും ശാലിനിയും കണ്ടതോടെ രാഘവൻ നായർ പറഞ്ഞു, സത്യഭാമ കാണിച്ച ഈ അഹങ്കാരത്തിനും സത്യഭാമ കാണിച്ച അപമാനത്തിനുമൊക്കെ ഞാൻ ശാരദാമ്മയോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ പറഞ്ഞു, അതൊന്നും സാരയില്ല രാഘവേട്ട, ഞാനതൊന്നും കാര്യമാക്കിയിട്ടില്ല, സത്യാമ്മയെ നമുക്കറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞപ്പോ രാഘവൻ നായർ പറഞ്ഞു, എന്നാൽ ഇപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യങ്ങളും അതുപോലെ തന്നെ കരുതിയാൽ മതി. എനിക്കൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, ഇപ്പോൾ അതെനിക്ക് ഉറപ്പുമായി. കാരണം ഇന്ന് ഇവിടെ ഈശ്വരൻ കാണിച്ചു തന്ന തന്നെയാണ്.
എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഇന്നിവിടെ ഉണ്ടായത് അത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതും തിരിച്ചറിയേണ്ടതുമായിട്ടുള്ള കാര്യമാണ് എന്ന് രാഘവൻ നായർ പറയുമ്പോൾ താഴേക്ക് സ്റ്റെയർ ഇറങ്ങി വിഷ്ണു ആ പാതി വഴിയിൽ നിന്ന് താഴത്തെ സംസാരം ശ്രദ്ധിച്ചു. ഉടനെ രാഘവൻ നായർ പറഞ്ഞു, പലർക്കും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, അതാണ് സത്യം. പക്ഷേ ഒന്നുറപ്പാണ് ശാരദാമ്മേ, എത്രയൊക്കെ മുഹൂർത്തം നോക്കിയാലും എത്രയൊക്കെ നാൾ പൊരുത്തം നോക്കിയാലും അതിനേക്കാളൊക്കെ ഉപരി മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തമാണ് വലുത്. ആ മനസ്സിന്റെ പൊരുത്തം ഇവർക്കിടയിലുണ്ട്, അതെനിക്ക് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യം ഓർത്ത് ആശങ്കപ്പെടേണ്ട ശാരദാമ്മേ. ഇപ്പോ ഇവിടെ നമ്മൾ കണ്ട കാഴ്ച തന്നെ അതിനുദാഹരണമാണ്. എന്തായാലും ഒരു കാര്യം എനിക്ക് തീർച്ചയാണ്, ഇനിയും മുഹൂർത്തം കുറിച്ചാലും ക്ഷണക്കത്തടിച്ചാലും ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല. കാരണം ശാരദാമ്മേ, ഇപ്പോ നമ്മൾ കണ്ടത് തന്നെയാണ്, ഈശ്വരന്മാര് ഒരിക്കലും ഇതിനനുകൂലിക്കില്ല. നന്മയ്ക്കും നീതിക്കും മാത്രമേ ഈശ്വരൻ നിൽക്കൂ. അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ നമുക്ക് കൺമുന്നിൽ കണ്ട കാര്യം തന്നെ അതിന് കൃത്യമായിട്ടുള്ള തെളിവാണ്. ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല, എനിക്ക് 100% ഉറപ്പുണ്ട് എന്ന് രാഘവൻ നായർ ശാരദാമ്മയോട് പറഞ്ഞു. അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, രാഘവേട്ട, എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞതും ശരിയെന്ന് രാഘവൻ നായർ സമ്മതിച്ചു. അങ്ങനെ ശാരദാമ്മ ശാലിനിയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുന്നു. ശാരദാമ്മ തനിച്ചങ്ങോട്ട് ഇറങ്ങുമ്പോൾ ശാരദാമ്മ പോകുന്നത് നോക്കി നിൽക്കാൻ വാതുക്കലേക്ക് ചെന്നു. ശാരദാമ്മ ആകെ വിഷമിച്ച് അവിടുന്ന് പോകുമ്പോൾ വിഷ്ണുവും വേഗം വാതുക്കലേക്ക് എത്തി. വിഷ്ണുവിന്റെ കൂടി പ്രവൃത്തിയുടെ ഫലമാണല്ലോ ഇതെല്ലാം ഇവിടെ ഉണ്ടാകാൻ, ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണമെന്ന കുറ്റബോധം വിഷ്ണുവിന്റെ മനസ്സിനെയും അലട്ടി. ആകെ വിഷമത്തോടെ വാതുക്കൽ വന്ന് വിഷ്ണുവും ശാലിനിയുടെയും ശാരദാമ്മയുടെയും വിഷമത്തോടെയുള്ള നിൽപ്പ് കണ്ട് വല്ലാത്ത മനസ്താപത്തോടെ വിഷ്ണു നോക്കിയിരുന്നു. പിന്നീട് അല്പസമയങ്ങൾക്ക് ശേഷം അനുപല്ലവിയുടെ ഫോണിലേക്ക് ശാലിനി വിളിച്ചു. കോൾ എടുത്തതോടെ എന്താ മേഡം എന്ന് അനുപല്ലവി അന്വേഷിച്ചപ്പോൾ ശാലിനി പറഞ്ഞു, എന്താകാനാണ്, ഇവിടെ ക്ഷണക്കത്ത് കത്തി നശിച്ചായിരുന്നുവെങ്കിലും കാർത്തികയുടെ കയ്യിൽ ഏൽപ്പിച്ച ക്ഷണക്കത്ത് പൂജാമുറിയിൽ വെച്ച് കത്തിപ്പോയി. എങ്കിലും സത്യാമ്മ വീണ്ടും ക്ഷണക്കത്തടിക്കാനായി ഓർഡർ കൊടുത്തു കഴിഞ്ഞു. ഇന്ന് തന്നെ എല്ലാവരെയും വിളിച്ചു തുടങ്ങും എന്ന് പറഞ്ഞു. അത് കേട്ടതും അനുപല്ലവി പറഞ്ഞു, സത്യാമ്മ ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണല്ലോ മേഡം കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു, നമ്മുടെ അവസാന പ്രതീക്ഷ ജയശങ്കർ വന്ന് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുമെന്നതായിരുന്നു. ജയശങ്കർ മൊഴി മാറ്റി പറഞ്ഞതോടെ എല്ലാം തകിടം മറിഞ്ഞില്ലേ എന്ന് പറഞ്ഞു. അത് കേട്ടതും അനുപല്ലവി പറഞ്ഞു, അങ്ങനെ അയാൾ മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ആരോ ഉണ്ട് മേഡം, അത് തീർച്ചയാണ്. അത് കേട്ടതും ശാലിനി പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ നമ്മൾക്ക് കണ്ടെത്തണം. അതിനൊരേ ഒരു പോംവഴിയുള്ളൂ, ജയശങ്കറിനെ പൊക്കണം. അത് കേട്ടതും അനുപല്ലവി പറഞ്ഞു, പൊക്കാം മേഡം, ജയശങ്കറിനെ പൊക്കി അയാളെ കൊണ്ട് സത്യം നമുക്ക് പറയിക്കാം. അത് കേട്ടപ്പോൾ അനുപല്ലവി വീണ്ടും ശാലിനി ഒരു കാര്യം ഓർമ്മിപ്പിച്ചു. അങ്ങനെ സാധാരണ ഒരാളെ വെറുതെ നമ്മൾ തട്ടിക്കൊണ്ട് പോകുന്നത് പോലെ പോരാ, വെറുതെ ഒരു ഭീഷണിയും പോരാ. കാരണം അയാൾ ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ, അയാൾ ഇന്നേ വരെ ഭയപ്പെട്ടിട്ടില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ അയാളെ ഭയപ്പെടുത്തണം. എന്നാൽ മാത്രമേ ജയശങ്കറിന്റെ നാവിൽ നിന്ന് ആ സത്യം പുറത്തു വരൂ. അത് കേട്ടതും അനുപല്ലവി പറഞ്ഞു, വേണ്ടതുപോലെ ചെയ്യാം മേഡം, അതൊക്കെ ഞാൻ റെഡിയാക്കാം. സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ ഈ വിവാഹം നടത്താതിരിക്കാൻ കഴിയൂ, ഇല്ലെങ്കിൽ എന്നേക്കുമായി എല്ലാം നഷ്ടമാകുമെന്ന് ശാലിനി അറിയിച്ചു. ഇല്ല മേഡം, ഇതിന് നമ്മൾ ഉടനെ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കും എന്ന് അനുപല്ലവി അറിയിച്ചു. അതിനുശേഷം അനുപല്ലവി പറഞ്ഞു, മേഡം, നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആ ജയശങ്കർ ഇപ്പോൾ ആ പൂന്തറ ഏരിയയിലാണ് അയാൾ ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ പിടികിട്ട് നമ്മുടെ നോട്ടപ്പുള്ളിയായി മാറിയല്ലോ, അതുകൊണ്ട് അയാളുടെ നീക്കങ്ങൾ കൃത്യമായി വാച്ച് ചെയ്യുന്നുണ്ട് മേഡം എന്ന് പറഞ്ഞപ്പോൾ അനുപല്ലവിയുടെ ആ ഒരു നീക്കത്തെ ശാലിനി അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അനുപല്ലവി പറഞ്ഞു, മേഡം, ഞാൻ ഇതിന് ഉടനെ തന്നെ ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചതിന് ശേഷം ശാലിനിയുടെ ഈ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായി അനുപല്ലവി വേഗം പൂന്തുറ കടപ്പുറത്തേക്ക് എത്തി. ആ പെരുന്തുറ കടപ്പുറത്ത് വന്നതും അവിടേക്ക് വിക്ടറുടെ കൂട്ടാളികളും കൂടി അനുപല്ലവിയെ കാണുവാനായി എത്തുന്നു. അനുപല്ലവിയോട് വിക്ടർ ചോദിച്ചു, എന്താ വേണം, എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനുപല്ലവി ചോദിച്ചു, എന്നെ അറിയാമോ, ഞാൻ ആരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ വിക്ടർ ചോദിച്ചു, അതെന്താ മേഡം അങ്ങനെ പറയുന്നത്, ശാലിനി മേഡത്തിന്റെ കൂടെയുള്ളവരെയും ഞങ്ങൾ എന്താ മറക്കുവോ, ഞങ്ങൾക്ക് ചെയ്തു തന്ന ഉപകാരം ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ലോ. ശാലിനി മേഡം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് അത്രയും വലിയ കാര്യങ്ങളാണ്, അതിനെന്നും ഈ പൂന്തറ കടപ്പുറത്തുള്ളവരെല്ലാം മേഡത്തോട് നന്ദിയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടതും അനുപല്ലവി പറഞ്ഞു, അത് ഞാൻ കേട്ടിട്ടുണ്ട്, കിട്ടിയ അല്ലെങ്കിൽ നൽകിയിട്ടുള്ള ഉപകാരങ്ങൾക്ക് നിങ്ങളെന്നും നന്ദിയുള്ളവരായിട്ട് തന്നെയാണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അനുപല്ലവി വിക്ടറോട് അറിയിച്ചു. നിങ്ങളെ സഹായിച്ചിട്ടുള്ളവരോട് എന്നും നന്ദിയും കടപ്പാടുമുള്ളവരാണ് ഈ പൂന്തറ കടപ്പുറത്തുള്ളവരെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും പെരുന്തറ കടപ്പുറത്തുള്ളവരുടെ ഒരു സഹായം ഇപ്പോൾ ശാലിനി മേഡത്തിന് ആവശ്യമായി വന്നിരിക്കുകയാണ്. അത് കേട്ടതും ഉടനെ വിക്ടർ ചോദിച്ചു, എന്താ മേഡം, എന്താ കാര്യം, മേഡം പറഞ്ഞോളൂ.
ഞങ്ങളോട് സഹായം ചെയ്യുന്നവരെ ഞങ്ങൾ ജീവൻ കൊടുത്തും അവരോട് നന്ദി കാണിച്ചിരിക്കും. എന്നാൽ ഞങ്ങൾക്ക് നെറുകേട് കാണിച്ചാൽ അവരെ ഇനി എത്ര വലിയ ആളാണെങ്കിലും ശരി അവരെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് വിക്ടർ അറിയിച്ചു. ഞങ്ങളുടെ മേടത്തെ ആരാണ് ചതിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അനുപല്ലവി പറഞ്ഞു, ഇപ്പോ മേടത്തെ ഒരാൾ ചതിച്ചു. അയാള് നിങ്ങളുടെ കൂട്ടത്തിലാണ് ഇപ്പോഴുള്ളത്. അയാള് മേടത്തെ ചതിച്ച് ഇപ്പോൾ ഇവിടെ സന്തോഷവാനായി നടക്കുകയാണ് എന്നറിയിച്ചു. അത് കേട്ടതോടെ ഉടനെ ആകെ ദേഷ്യപ്പെട്ട് വിക്ടർ ചോദിച്ചു, ആരാണ് മേഡം? ഞങ്ങൾക്കിടയിലോ? അങ്ങനെ ഒരുവനുണ്ടെങ്കിൽ അവൻ ഇതിലെ 2 കാലം കൊണ്ട് നടക്കില്ല, അത് തീർച്ച. അവന്റെ ജീവൻ എടുക്കണോ? എന്തിനും ഞങ്ങൾ തയ്യാറാണ് മേഡം. എന്താണ് അവന്റെ പേരെന്താണ്? അവന്റെ അഡ്രസ്സോ അവനെ തിരിച്ചറിയാൻ പറ്റിയ എന്തെങ്കിലും ഫോട്ടോയോ മറ്റോ ഉണ്ടോ? ആരാണെന്ന് പറഞ്ഞാൽ മതി മേഡം, ഞങ്ങൾ ഈ നിമിഷം അവനെ പൊക്കിയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനുപല്ലവി പറഞ്ഞു, മേടത്തെ ചതിച്ച ഒരുത്തൻ ഇപ്പോ ഈ പെരുന്തറ കടപ്പുറത്തൂടെ നടക്കുന്നുണ്ട്. അവനെയാണ് പൊക്കേണ്ടത് എന്നറിയിച്ചതും ഈ ഉടനെ തന്നെ അതിന് ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കാം മേഡം. എന്താ ചെയ്യേണ്ടതെന്ന് മാത്രം മേഡം ഞങ്ങളോട് പറഞ്ഞാൽ മതി. പിന്നെ എന്താ ചോദിക്കേണ്ടെന്നും ഞങ്ങളോടൊന്ന് പറയണം. കാരണം അറിയാവല്ലോ, എനിക്ക് ഈ ഡയലോഗിലൊന്നും അത്ര വലിയ പഠിത്തമൊന്നും എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് പ്രവൃത്തികൾ ചെയ്തിട്ടാണ് ശീലം. അതുകൊണ്ട് എന്താണ് അവനോട് ചോദിച്ചറിയേണ്ടതെന്നുള്ള കാര്യം കൂടി മേഡം ഒന്ന് പറഞ്ഞു തന്നേക്കണം എന്ന് വിക്ടർ അനുപല്ലവിയോട് അറിയിച്ചു. ഞങ്ങളുടെ ശാലിനി മേഡത്തെ വേദനിപ്പിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ഇവിടെ 2 കാലുകൊണ്ട് നടക്കില്ല, അത് തീർച്ചയായെന്ന് പറഞ്ഞ് വിക്ടറും കൂട്ടാളികളും അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ശാരദാമ്മ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയെത്തി. ശാരദാമ്മ തിരികെ എത്തുന്നതും കാത്ത് അവിടെ ഗോപാലകൃഷ്ണൻ കാത്തിരിക്കുമ്പോൾ അവിടേക്ക് മടങ്ങിയെത്തിയ ശാരദാമ്മ ആകെ ടെൻഷനിലായി. എൻ്റെ ഈശ്വര, എന്താ ഞാൻ പറയുക ആ മനുഷ്യനോട്? ആ മനുഷ്യന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ എന്ത് മറുപടി നൽകും എന്നോർത്ത് ശാരദാമ്മ ആകെ ആശങ്കയോടെ ഓട്ടോയിൽ നിന്നിറങ്ങി. ഓട്ടോക്കാരനെ പറഞ്ഞയച്ചതിന് ശേഷം അകത്തേക്ക് കയറി വന്ന ശാരദാമ്മ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഗോപാലകൃഷ്ണൻ ചോദിച്ചു, ശാരദേ എന്തായി പോയിട്ട്? വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ്മ ഒന്നും മിണ്ടാതെ വീണ്ടും അകത്തേക്ക് പോകാൻ തുടങ്ങി. അപ്പോഴേക്കും രാഘവനാർ വീണ്ടും ഗോപാലകൃഷ്ണൻ ചോദിച്ചു, ശാരദേ, ഞാൻ നിന്നോടാ ചോദിച്ചത്. മക്കളുടെ വിശേഷങ്ങൾ അറിയാൻ ചെന്നിട്ട് എന്താ സത്യഭാമ നിന്റെ നാവ് പിഴുതെടുത്തോ എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ്മ ആകെ സങ്കടത്തിലായി. ഉടനെ ഗോപാലകൃഷ്ണൻ ചോദിച്ചു, എന്താ ശാരദേ, എന്താ സംഭവിച്ചത്? അത് പറ. അപ്പോഴേക്കും ഗോപാലകൃഷ്ണനോട് സങ്കടത്തോടെ ശാരദാമ്മ പറഞ്ഞു, ഇനി എന്ത് സംഭവിക്കാനാണ്? നമ്മുടെ മോളുടെ ജീവിതം തീർന്നു, അവളുടെ ജീവിതം ഇല്ലാതായി ഗോപാലേട്ടാ. അത് കേട്ടതും ഗോപാലകൃഷ്ണൻ ചാടി എഴുന്നേറ്റു. ജീവിതം ഇല്ലാതായെന്നോ? നീ എന്തൊക്കെയാ ശാരദയെ പറയുന്നത്? ആരുടെ കാര്യമാണ് നീ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ്മ പറഞ്ഞു, മറ്റാരുടെ കാര്യമാണ്? ശാലിനി മോളുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞത്. വിഷ്ണുവും ഇപ്പൊ അവിടെ വന്നേക്കുന്ന ആ കാർത്തിക എന്ന് പറയുന്ന ആ പെണ്ണുമായിട്ടുള്ള വിവാഹത്തിനുള്ള ക്ഷണക്കത്ത് അച്ചടിച്ചിരിക്കുകയാണ് സത്യഭാമ. അതിനുള്ള ക്ഷണക്കത്ത് എനിക്ക് ആദ്യം തരികയും ചെയ്തു. ആദ്യത്തെ ക്ഷണം എനിക്ക് തന്നെയായിരുന്നു എന്ന് ഗോപാലകൃഷ്ണനോട് ശാരദാമ്മ അറിയിച്ചു. അത് കേട്ടതും ഗോപാലകൃഷ്ണനാകെ ദേഷ്യത്തിലായി. ഉടനെ ശാരദാമ്മ പറഞ്ഞു, നമ്മുടെ മോൾക്ക് ഇനി എന്താണ്? അവളുടെ ജീവിത അവസാനം വരെ വിധവയെപ്പോലെ വിഷ്ണു അണിഞ്ഞ് ആ താലി കഴുത്തിലിട്ടുകൊണ്ട് നടക്കാം. നമ്മുടെ സത്യമോൾക്ക് ഇനി അച്ഛനില്ല. അവളുടെ അച്ഛന്റെ ആ സ്ഥാനം, അല്ലെങ്കിൽ അവളുടെ അച്ഛന്റെ മേലുള്ള അവകാശം എന്നേക്കുമായി അവസാനിക്കാൻ പോകുന്നു. ഇനി വിഷ്ണു കാർത്തികയുടെ കഴുത്തിൽ താലി കെട്ടിയാൽ നമ്മുടെ മോളുടെയും ജീവിതം അതോടെ അവസാനിക്കുന്നു ഗോപാലേട്ട എന്ന് സങ്കടപ്പെട്ടുകൊണ്ട് ശാരദാമ്മ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. ഇത് കേട്ട ഗോപാലകൃഷ്ണൻ ഒന്നും മിണ്ടാതെ വേഗം അകത്തേക്ക് പോയി. ആകെ നിരാശയോടെ ആ സെറ്റിയിൽ അങ്ങനെ ഇരുന്നുകൊണ്ട് ശാരദാമ്മ സങ്കടപ്പെടുമ്പോൾ വേഗം തന്നെ ഗോപാലകൃഷ്ണൻ ഷർട്ട് മാറി പുറത്തേക്ക് ഇറങ്ങി വന്നു. ഉടനെ ഗോപാലകൃഷ്ണനോട് ശാരദാമ്മ ചോദിച്ചു, ഗോപാലേട്ടൻ എവിടെ പോകുന്നു? ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, വേറെ എവിടെ പോകാൻ, അവരെ കാണാനായിട്ട്, ആ സത്യഭാമയെ. ഉടനെ ഗോപാലകൃഷ്ണനോട് ശാരദാമ്മ ചോദിച്ചു, ഇപ്പൊ എന്തിനാ ഗോപാലേട്ടൻ അവിടേക്ക് പോകുന്നത്? അപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ കലിയോടെ പറഞ്ഞു, കൊല്ലാനോ എന്ന് ശാരദാമ്മ വീണ്ടും ചോദിച്ചു. അതെ, ആ സത്യഭാമയെ, അവരെ കൊല്ലാൻ എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ്മ പറഞ്ഞു, ഗോപാലേട്ടൻ എന്താ ഈ പറയുന്നത്? ഗോപാലേട്ടൻ ആ അരുതാത്തതൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ്മയുടെ വാക്കുകൾ കേട്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞു, എന്തിന്? എൻ്റെ മക്കളുടെ ജീവിതം തകർക്കാനായിട്ട് അവരല്ലേ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് അവരില്ലാതായാൽ എൻ്റെ മക്കൾക്ക് സമാധാനം കിട്ടും എന്ന് പറഞ്ഞതും ശാരദാമ്മ പറഞ്ഞു, ഗോപാലേട്ടൻ നമ്മുടെ മോളെ കുറിച്ച് ചിന്തിക്കണം.
അവളുടെ അവസ്ഥയെക്കുറിച്ചും ഗോപാലേട്ടൻ ഒന്ന് ചിന്തിക്കണം. അവൾ ഒരു കളക്ടറാണെന്നുള്ള കാര്യം മറക്കരുതെന്ന് പറഞ്ഞതും ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, നമ്മുടെ മോളെക്കുറിച്ച് ചിന്തിച്ചിട്ട് തന്നെയാണ് ശാരദെ ഞാൻ ഇതിനിറങ്ങി പുറപ്പെടുന്നത്. അവളെ കളക്ടറും മജിസ്ട്രേറ്റും ഒന്നുമല്ല, അവൾ ആദ്യവും അവസാനവും നമ്മുടെ മകളാണ്. ഈ ഗോപാലകൃഷ്ണന്റെയും ശാരദയുടെയും മകളാണ്. അല്ല, അതിനുശേഷം മാത്രമാണ് അവൾ കളക്ടറും മജിസ്ട്രേറ്റും എല്ലാമായത്. അതുകൊണ്ട് എന്റെ മകളുടെ ജീവിതം തകർക്കാൻ ശ്രമിച്ചാൽ അവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞപ്പോ ഉടനെ ശാരദാമ്മ വീണ്ടും ഗോപാലകൃഷ്ണനെ പിടിച്ചു നിർത്തി. ഗോപാലേട്ട, ഞാൻ പറയുന്നത് കേക്ക്. വേറൊന്നുമല്ല, അവിടേക്ക് ഗോപാലേട്ടൻ ചെന്ന് കയറിയാൽ ഒരു വീട്ടമ്മയെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ നമ്മുടെ മോൾ ഇപ്പോൾ അവിടെയുണ്ട്. ആ ഒരു ഒറ്റ കാരണത്താൽ, ഒരു വീട്ടമ്മയെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കാരണത്താൽ, വീട്ടിൽ അതിക്രമിച്ച് കടന്നു എന്ന കാരണത്താൽ അവൾക്ക് തന്നെ പോലീസിനെ വിളിച്ച് ഗോപാലേട്ടനെ അറസ്റ്റ് ചെയ്യിക്കേണ്ടി വരും. പിന്നെ ഗോപാലേട്ടന് പോലീസും അറസ്റ്റും ലോക്കപ്പും ഒന്നും പുതിയ കാര്യമല്ലായിരിക്കാം. പക്ഷേ അതിന്റെ നാണക്കേടുണ്ടാകാൻ പോകുന്നത് നമ്മുടെ മോൾക്കായിരിക്കും. പിറ്റേ ദിവസം വരാൻ പോകുന്ന വാർത്ത എന്തെന്ന് വെച്ചാൽ, കളക്ടറും മജിസ്ട്രേറ്റുമായിട്ടുള്ള നമ്മുടെ മകൾ ശാലിനിയുടെ പേരിലാണ് കളങ്കം വരാൻ പോകുന്നത്. ശാലിനി മദ്യപിച്ച് മതോന്മത്തനായ ശാലിനിയുടെ കളക്ടറുടെ അച്ഛൻ വീട്ടിൽ അതിക്രമിച്ച് കയറി വീട്ടമ്മയെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നതായിരിക്കും നാളെ വരാൻ പോകുന്ന വാർത്ത. അത് നമ്മുടെ മോൾക്കാണ് ഏറ്റവും കൂടുതൽ നാണക്കേടുണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഗോപാലകൃഷ്ണനെ ശാരദാമ്മ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അത് കേട്ടതോടെ ഗോപാലകൃഷ്ണൻ ആകെ ഒന്ന് ശാന്തനായി. ആകെ വിഷമത്തോടെ ഗോപാലകൃഷ്ണൻ പതുക്കെ വന്ന് ആകെ ആലോചിച്ചങ്ങനെ നിൽക്കുമ്പോൾ ശാരദാമ്മ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, ഗോപാലേട്ട, ഇപ്പോഴെന്തായാലും പോകണ്ട. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് നാളെ തീരുമാനിക്കാം, നാളെ പോകാം. അതുകൊണ്ട് ഗോപാലേട്ടൻ ഇപ്പോൾ ഒന്ന് സമാധാനപ്പെട് എന്ന് ശാരദാമ്മ ആവശ്യപ്പെട്ടതും ഗോപാലകൃഷ്ണൻ ഈ വീണ്ടും വിചാരമില്ലാതെ മുന്നിട്ടിറങ്ങിയാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തോർത്ത് ഗോപാലകൃഷ്ണൻ സമാധാനത്തോടെ നിന്നു. പിറ്റേന്ന് രാവിലെ ആകെ വിഷമത്തോടെ രാഘവൻ നായർ രോഹിത്തിനോട് കാര്യങ്ങൾ പറയുന്നു. വിഷ്ണുവിന് കാർത്തികയുമായിട്ട് യാതൊരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ഇക്കാര്യത്തിൽ വലിയ താല്പര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോ രോഹിത്ത് പറഞ്ഞു, എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ വെച്ചാ, സത്യമ്മ വിവാഹ ക്ഷണക്കത്ത് വരെ അച്ചടിച്ചു കഴിഞ്ഞു. വിവാഹത്തിന് ഇനി അധിക ദിവസവുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോവില്ലേ എന്ന് പറഞ്ഞപ്പോ രാഘവൻ നായർ പറഞ്ഞു, എന്തായാലും ശാലിനി മോൾ ഇവിടെ ഉള്ളത് എന്തുകൊണ്ടും നന്നായി. ഈ ഒരു സാഹചര്യത്തിൽ ശാലിനി മോൾ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു പോംവഴി മോള് കണ്ടെത്തും എന്ന് പറഞ്ഞ് അങ്ങനെ അതിനെക്കുറിച്ച് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സത്യാമ്മയുടെ വീടിന്റെ ഗേറ്റ് തള്ളി തുറന്ന് അവിടേക്ക് കയറി വരുന്നു ഗോപാലകൃഷ്ണനും ശാരദാമ്മയും, ഒപ്പം കുറുപ്പ് സാറും ശങ്കരൻ ചേട്ടനും മറ്റു 2 അയൽവാസികളും. അങ്ങനെ അവർ സത്യഭാമയുടെ ഗേറ്റിന് മുന്നിൽ കാത്തുനിന്ന് ഗേറ്റ് തുറന്ന് രാഘവൻ നായരുടെ വീട്ടിലേക്ക് നടന്നെടുക്കാൻ ഗോപാലകൃഷ്ണൻ തയ്യാറാകുന്നു. പിന്നീട് ഗോപാലകൃഷ്ണൻ ശാരദാമ്മയും അവരോടൊപ്പം സ്നേഹവും ആത്മാർത്ഥതയുമുള്ള കുറച്ചാളുകളും കൂടി സത്യാമ്മയുടെ വീട്ടുപടിക്കൽ വരുന്നു. രാഘവൻ നായരെ കണ്ട് ഗോപാലകൃഷ്ണൻ ചോദിച്ചു, രാഘവൻ നായരെ, നിങ്ങളുടെ മകൻ വിവാഹിതനാണെങ്കിലും അവന്റെ ഭാര്യയെ നിലനിൽക്കെ ബന്ധം ഇല്ലാതാക്കുന്നതിന് മുൻപ് തന്നെ മറ്റൊരു വിവാഹത്തിന്, 2ാം വിവാഹത്തിന് നിങ്ങൾ ഇവിടെ തയ്യാറെടുപ്പുകൾ നടത്തുകയാണോ? അത് ശരിയാണോ? ഞങ്ങൾ അതിന് സമ്മതിക്കില്ല എന്ന് ഗോപാലകൃഷ്ണൻ വെല്ലുവിളി ഉയർത്തുമ്പോൾ അത് കേട്ടുകൊണ്ട് അവിടേക്ക് സത്യഭാമ ഇറങ്ങി വരുന്നു. ഗോപാലകൃഷ്ണ, നിങ്ങളുടെ മകളാണ് എന്റെ മകനെ വേണ്ടെന്ന് പറഞ്ഞ് അവനെ ഉപേക്ഷിച്ച് നാട് കടന്നു പോയതും മറ്റാരിലോ ഒരു കുഞ്ഞിനെ ഉണ്ടായതിനു ശേഷം അവൾ മടങ്ങിയെത്തി എന്റെ മകന്റെ മേൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ എങ്ങനെയോ മറ്റാരുടെയോ കുഞ്ഞിന്റെ പിതൃത്വം എന്റെ മകൻ ഏറ്റെടുക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. മോശം വഴിയിലൂടെ സഞ്ചരിച്ച് നിങ്ങളുടെ മകളുടെ ഭാര്യയായി സ്വീകരിക്കാൻ ഇനി എന്റെ മകന് കഴിയില്ല. അതിന് തയ്യാറല്ല എന്നും എന്റെ മരുമകൾ അങ്ങനെ ഒരുവൾ ആകുകയുമില്ല എന്നും അങ്ങനെ ഒരുത്തിയെ എന്റെ മരുമകളായി എനിക്ക് വേണ്ട എന്നും സത്യഭാമ വെല്ലുവിളിക്കുന്നു. ഇതെല്ലാം കേൾക്കുന്ന ഗോപാലകൃഷ്ണൻ പറഞ്ഞു, സത്യാമ്മേ, നിങ്ങളുടെ ഇത്തരം നീതി ന്യായങ്ങളുമൊക്കെ നിങ്ങൾക്ക് വാദിക്കാൻ കൊള്ളാം. എന്നാൽ സത്യം എന്തെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ എന്റെ മകളുടെ ജീവിതം തകർത്ത് മറ്റൊരു വിവാഹത്തിന് നിങ്ങളുടെ മകനെ തയ്യാറെടുത്താൽ പോലും ഞങ്ങൾ അതിന് അനുവദിക്കില്ല, അതിന് സമ്മതിക്കില്ല എന്ന് ഗോപാലകൃഷ്ണൻ വെല്ലുവിളി ഉയർത്തുമ്പോൾ സത്യഭാമ പറഞ്ഞു, മര്യാദയുടെ ഭാഷയിലും പെരുമാറ്റത്തിലുമാണ് ഇത്രയും നേരം ഞാൻ സംസാരിച്ചത്. എന്നാൽ ഇനിയും വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇവിടെ നിൽക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ എന്റെ ഈ മര്യാദയൊക്കെ ഞാനങ്ങ് മറക്കും. പിന്നെ കവല ചട്ടമ്പിയെ പോലെ ഇവിടെ വന്ന് പെരുമാറാൻ ശ്രമിച്ചാൽ അതിനുള്ള മറുപടിയും അതിനുള്ള പ്രതികാരവും എന്താണെന്ന് എനിക്കറിയാം. ഈ സത്യഭാമയുടെ മറ്റൊരു മുഖം നിങ്ങൾ കാണുമെന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണനെയും കൂട്ടരെയും വിരട്ടി ഓടിക്കാനുള്ള ശ്രമം സത്യഭാമയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ശാലിനി എല്ലാം കണ്ട് ആർക്കൊപ്പം നിൽക്കുമെന്ന് ആശങ്കയിൽ വിഷമത്തോടെ എല്ലാം നോക്കി കണ്ട് അങ്ങനെ നിൽക്കുന്നു.